ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും സ്വന്തമാക്കി UDF ആധിപത്യം നിലനിർത്തുമെന്ന് ABP ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേ പറയുന്നു. 20 സീറ്റുകളിൽ ഒന്നുപോലും BJPക്ക് നേടാനാകില്ല. വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇത്തവണയും UDFന് അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്ന് സർവേ വിലയിരുത്തുന്നു. സംസ്ഥാനത്തെ 44.5% വോട്ട് വിഹിതം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പിടിച്ചെടുക്കുമെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. LDF 31.4%, NDA 19.8% വോട്ട് സ്വന്തമാക്കും. മറ്റു പാർട്ടികൾ 4.3% വോട്ട് പിടിക്കുമെന്നും സർവേയിൽ പറയുന്നു. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ തന്നെ നഷ്ടപ്പെട്ട ഏക സീറ്റ് കൂടി തിരികെ പിടിക്കുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് 2020 നേടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ തവണ ആലപ്പുഴ മണ്ഡലമാണ് UDFന് നഷ്ടപ്പെട്ടത്. ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ച് CPM സ്ഥാനാർത്ഥി AM ആരിഫാണ് വിജയിച്ചത്. ഇത്തവണ ആ സീറ്റ് തിരിച്ചു പിടിക്കാനാണ് AICC ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ രംഗത്തിറങ്ങുന്നത്. CPM AM ആരിഫിനെ തന്നെ രംഗത്തിറക്കുമ്പോൾ BJP ശോഭാ സുരേന്ദ്രനെയാണ് മത്സരിപ്പിക്കുന്നത്. അഭിപ്രായ സർവേകൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഓരോ മണ്ഡലത്തിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പ്രചാരണത്തിൽ എല്ലാ പാർട്ടികളുടെയും ദേശീയ നേതാക്കളെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 15-ാം തീയതി വീണ്ടും എത്തുന്നുണ്ട്. പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് വേണ്ടി മോദി പ്രചാരണത്തിനെത്തുമ്പോൾ UDF സ്ഥാനാർത്ഥി ആൻ്റോ ആൻ്റണിക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ തലമൂത്ത നേതാവും അനിൽ ആൻ്റണിയുടെ പിതാവുമായ AK ആൻ്റണി വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തുമെന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായി മകൻ അനിൽ ആൻ്റണി മത്സരിക്കുമ്പോൾ മുഖ്യ എതിരാളിയായ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃസ്ഥാനത്താണ് പിതാവ് AK ആൻ്റണി എന്ന് ഓർക്കണം. ബന്ധങ്ങളെക്കാൾ ഉപരി ആദർശത്തിന് പ്രാധാന്യം നൽകുന്ന AK ആൻ്റണി പത്തനംതിട്ടയിലെത്തിയാൽ കേരളത്തിലെ പ്രധാന എതിരാളിയായ LDFനേക്കാൾ വിമർശന വിധേയമാക്കേണ്ടത് രാജ്യം ഭരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥിയും മകനുമായ അനിൽ ആൻ്റണിയെയാണ്. അതിന് AK ആൻ്റണി തയ്യാറാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മകനെതിരെ പിതാവ് വോട്ട് തേടുന്ന അപൂർവതയാണ് AK ആൻ്റണി ആൻ്റോ ആൻ്റണിക്കായി പ്രചാരണത്തിനെത്തിയാൽ സംഭവിക്കുന്നത്. ഇത് ഒരുപക്ഷെ രാജ്യാന്തര തലത്തിൽ പോലും വാർത്തയായേക്കാം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, റാന്നി, കോന്നി, അടൂർ, തിരുവല്ല എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട എന്നീ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. തുടക്കത്തിൽ PC ജോർജ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നായിരുന്നു പ്രചാരണം. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ അനിൽ K ആൻ്റണിക്ക് നറുക്കു വീണു. തുടക്കത്തിൽ അനിലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള തൻ്റെ എതിർപ്പ് PC ജോർജ് വെളിപ്പെടുത്തിയെങ്കിലും മഞ്ഞുരുകിയത് പെട്ടെന്നായിരുന്നു. പത്തനംതിട്ട തൃപ്പാറ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി ദർശനത്തിന് അനിൽ ആൻ്റണിക്കൊപ്പം PC ജോർജും എത്തി. അതിൻ്റെ ട്രോൾ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അനിലിനെ PC ജോർജ് തിലകമണിയിച്ച ഫോട്ടോ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ തവണ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോൾ കിട്ടിയത് 2,97,396 വോട്ടുകളാണ്. രണ്ടാമതെത്തിയ CPMലെ വീണ ജോർജിന് 3,36,684 വോട്ടുകളും ലഭിച്ചു. വ്യത്യാസം 39,252 വോട്ടുകൾ മാത്രം. എന്നാൽ ഇക്കുറി ഇത് മാറി മറിയുമെന്നാണ് BJPയുടെ കണക്കൂട്ടൽ. സംസ്ഥാന ഭരണവിരുദ്ധ നിലപാട് പ്രകടമാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. മാത്രമല്ല, കോൺഗ്രസിൽ പ്രകടമായിട്ടുള്ള ചില എതിർസ്വരങ്ങളും അനിൽ ആൻ്റണിക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് BJP കരുതുന്നത്. AK ആൻ്റണിയുടെ മകൻ എന്ന പരിഗണന നിരാശരായ ചുരുക്കം ചില കോൺഗ്രസ്സുകാരെ BJPക്ക് അനുകൂലമായി ചിന്തിക്കാൻ വഴിയൊരുക്കുമെന്നും ചാണകസംഖ്യകൾ കണക്കുകൂട്ടുന്നു.